ജൂലൈ 15 തിങ്കളാഴ്ച. മത്തായി 10 അധ്യായം 34 മുതൽ 11 അധ്യായം 1 വരെ വാക്യങ്ങൾ. BC 5-ാം നൂറ്റാണ്ടിലാണ് സിദ്ധാർത്ഥ ഗൗതമൻ ജനിച്ചത്. ആധുനിക നേപ്പാളിലെ ലുംബിനിയിലായിരുന്നു ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവ് ശുദ്ധോധന രാജാവ് ശാക്യ എന്ന ഒരു വംശത്തിൻ്റെ നേതാവായിരുന്നു. പിതാവ് മകനെ വളരെ ആഡംബരത്തിൽ വളർത്തുകയും മതത്തെക്കുറിച്ചും മനുഷ്യരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും അവനെ അകറ്റി നിർത്തുകയും ചെയ്തു. 16-ാമത്തെ വയസ്സിൽ സിദ്ധാർത്ഥ തൻ്റെ ബന്ധുവായ യശോധരയെ വിവാഹം കഴിച്ചു. രാജകുമാരൻ 29-ാം വയസ്സിലെ തൻ്റെ സമ്പന്നമായ കൊട്ടാരങ്ങളുടെ മതിലുകൾക്ക് പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അറിയാനായി ഒരു രഥത്തിൽ യാത്ര ചെയ്തു. അപ്പോൾ ഉണ്ടായ അനുഭവം രോഗം, വാർദ്ധക്യം, മരണം തുടങ്ങിയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ബോധവാനായി. ഒരു വൃദ്ധനെയും പിന്നെ രോഗിയെയും പിന്നെ ഒരു ശവത്തെയും കണ്ടു ഞെട്ടി. വാർദ്ധക്യം, രോഗം, മരണം എന്നിവയുടെ നഗ്ന യാഥാർത്ഥ്യങ്ങൾ രാജകുമാരനെ പിടികൂടുകയും അവനെ വിഷമിപ്പിക്കുകയും ചെയ്തു. അവസാനം അലഞ്ഞു തിരിയുന്ന ഒരു സന്യാസി അദ്ദേഹം കണ്ടു. ലോകത്തെ ത്യജിച്ച് മരണഭയത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും മോചനം നേടിയ ആളാണ് സന്യാസി എന്ന് സാരഥി വിശദീകരിച്ചു. ഒരു രാത്രി രാജകുമാരൻ ഒറ്റയ്ക്ക് കൊട്ടാരത്തിൽ അലയുമ്പോൾ അവനെ സന്തോഷിപ്പിച്ചിരുന്ന ആഡംബരങ്ങളെല്ലാം ഇപ്പോൾ വളരെ വികൃതങ്ങളായി തോന്നി. ഒരു രാജകുമാരൻ്റെ ജീവിതം കൊണ്ട് തനിക്ക് സംതൃപ്തി നേടാൻ കഴിയില്ലെന്ന് അയാൾ മനസ്സിലാക്കി. അന്ന് രാത്രി തന്നെ അവൻ കൊട്ടാരം വിട്ടിറങ്ങി തൻ്റെ ഭാര്യയെയും മകനെയും വിട്ടുപോയി. എന്നിട്ട് തല മൊട്ടയടിച്ച് തൻ്റെ രാജകീയ വസ്ത്രം മാറ്റി യാചകൻ്റെ വസ്ത്രം ധരിച്ചു. തനിക്കറിയാവുന്ന ആഡംബരങ്ങളെല്ലാം ത്യജിച്ച് ജ്ഞാനോദയത്തിനായുള്ള അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അവസാനം സിദ്ധാർത്ഥ ഗൗതമ ശ്രീ ബുദ്ധനായി തീർന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, പിതാവിനെയോ അമ്മയെയോ മകനെയോ മകളെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തങ്ങളുടെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല എന്ന് കർത്താവ് പറയുന്നു. ആത്യന്തികമായി അവൻ്റെ ശിഷ്യന്മാരോടും അതുപോലെ നമ്മളോടും കർത്താവ് ആദ്യം യേശുവിനെ സ്നേഹിക്കണമെന്ന് പറയുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സ്നേഹിക്കും. എന്നാൽ യേശുവും ദൈവവും ആത്മാവുമാണ് നമ്മുടെ ജീവിതത്തിൽ വാഴേണ്ടത്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് അല്ലെങ്കിൽ എന്താണ് ഭരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനം? ആർക്കാണ്, എന്തിനാണ് നിങ്ങൾ നന്ദി പറയുന്നത്? നിങ്ങൾക്ക് ലഭിച്ച നിരവധി സമ്മാനങ്ങൾക്കും കൃപകൾക്കും ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ പോരാട്ടങ്ങളിൽ നമ്മോടൊപ്പം നടക്കാൻ ദൈവത്തോട് അപേക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പാത പിന്തുടരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് തീരുമാനങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു. വഴിയിൽ ധാരാളം കുരിശുകളും തടസ്സങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ ഈ ബുദ്ധിമുട്ടുകളിൽ കുടുംബവും പ്രിയപ്പെട്ടവരും ഉൾപ്പെടുന്നു. പലപ്പോഴും പിന്തിരിയണോ അതോ മുന്നോട്ട് പോകണോ എന്നായിരിക്കും തീരുമാനം. നമുക്ക് എപ്പോഴും സുവിശേഷ സന്ദേശത്തിന് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാം. അതായത് നമ്മുടെ കുരിശുകൾ വഹിക്കാനും നമ്മെ തന്നെ ത്യജിക്കാനും യേശുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമുക്കിടവരട്ടെ. അങ്ങനെ ചെയ്യുന്നതിലൂടെ യഥാർത്ഥ സമാധാനത്തിൻ്റെയും യഥാർത്ഥ സന്തോഷത്തിൻ്റെയും നിത്യജീവൻ്റെയും
ന്യായമായ പ്രതിഫലം നമുക്ക് ലഭിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.